പടത്തിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ 3 നിഞ്ച ഗ്യാങ്സ് ചേർന്ന് ഹിഡൻ റെയിൻ വില്ലേജുമായിട്ട് ഫൈറ്റ് ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഒറോച്ചിമാറു, ഹൊക്കാഗെ, മാമൻ അവര് 3 പേരും ഇപ്പൊ ഉഷാറായിട്ട് ഫൈറ്റ് ചെയ്യും. അപ്പ ഹിഡൻ റെയിൻകാരൻ അവൻ വിളിച്ചു പറയും, ഇപ്പൊ ഈ ഒരു ബാറ്റിൽ ജയിച്ചത് അത് നിങ്ങളാണ്. നിങ്ങൾ 3 പേരും ഫ്യൂച്ചറില് സെനിയൻസ് ആയി തീരുന്നു പറഞ്ഞ് അവനാവട്ടെ അവിടുന്ന് കടന്നു പോകും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ നമ്മുടെ ആൾക്കാര് ഒരു ചായയൊക്കെ കുടിച്ച് ബിസ്ക്കറ്റൊക്കെ കടിച്ചു പൊട്ടിച്ച് നമുക്ക് എന്തുകൊണ്ട് ഒരു ബ്രേക്ക് എടുത്തുകൂടാ, ഒന്ന് ഗ്രാമത്തിലൊക്കെ പോയി കറങ്ങിയിട്ട് തിരിച്ചു വന്നാലോ എന്നവര് പരസ്പരം ചോദിക്കും. അവരങ്ങനെ ഇപ്പൊ കാര്യമായിട്ട് സംസാരിക്കുമ്പോ എടാ എടി എടി എന്നൊരു സൗണ്ട് കേൾക്കും. അതിനൊറോച്ചു മാറൂ ഇപ്പൊ നമ്മുടെ ആൾക്കാരോട് പറയും, ഒച്ച വെക്കല്ലേ സൈത്താന്മാരെ, നമ്മുടെ ചുറ്റും ഇപ്പൊ ആരൊക്കെ ഉണ്ട്. അതിന് ഹൊക്കാഗി പറയും, അതേതോ പിള്ളേരാണ്, അതിന് ഇത്രയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആരാടാ അത്, പുറത്തേക്ക് വരാൻ പറയും. അത് കേട്ടുടൻ ഇപ്പൊ ഒരു ചിന്ന പയ്യൻ അവരുടെ അടുത്തേക്ക് വന്നിട്ട്, എനിക്ക് വിശക്കുന്നു, എനിക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ തരുമോന്ന് ഇപ്പൊ നമ്മുടെ ആൾക്കാരോട് ചോദിക്കും. അപ്പൊ മാമൻ ചോദിക്കും, നിന്റെയൊക്കെ പാരന്റ്സ് എവിടെ? അതിനവൻ പറയും, ഈ ഒരു നിഞ്ച വാറില് എന്റെ പാരന്റ്സിനെ എനിക്ക് നഷ്ടപ്പെട്ടു. അപ്പൊ മാമൻ അവന് ഇപ്പൊ തിന്നാനായിട്ട് ബിസ്ക്കറ്റ് കൊടുക്കും. അത് കണ്ടുടനെ അവൻ പുറകിലേക്ക് നോക്കിയിട്ട് പറയും, ഇതാ ഭക്ഷണം കിട്ടി, ഓടിവാ, നമുക്ക് എല്ലാവർക്കും ചേർന്ന് കഴിക്കാം. അപ്പൊ മറ്റു 2 കുട്ടികൾ കൂടെ ഇപ്പൊ പുറത്തേക്ക് വരും. ആക്ച്വലി ഇവർ 2 പേരും അക്കാസ്കി ടീമിലെ മെമ്പേഴ്സ് ആണ്. അവര് 3 പേരും ഇപ്പൊ നമ്മുടെ ആൾക്കാരെടുത്തു വന്ന് അവർക്ക് ആവശ്യമുള്ള ഫുഡ് എല്ലാം തന്നെ കഴിക്കും. അങ്ങനെ ഫുഡൊക്കെ കൊടുത്ത് ഇപ്പൊ നമ്മുടെ ആൾക്കാർ തിരികെ ഗ്രാമത്തിലേക്ക് യാത്രയാവും. അവരുടെ പിന്നാലെ തന്നെ ആ 3 കുട്ടികളും അവരെ ഫോളോ ചെയ്യും. അതിന് ഹൊക്കാഗി ടെൻഷനായിട്ട്, നിർത്തിനടാ നിങ്ങൾ എന്തിനാ ഞങ്ങളെ ഫോളോ ചെയ്യുന്നേ? അപ്പൊ ആ ഒരു പെൺകുട്ടി അവളൊരു റോസാപ്പൂ ഉണ്ടാക്കി ഇപ്പൊ ഹൊക്കാഗിക്ക് കൊടുക്കും. അത് കണ്ട് മാമൻ പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് റോസാപ്പൂവാണ്, നമ്മൾ ഫുഡ് കൊടുത്തതിന് പകരമായിട്ട് നമുക്ക് തരുന്ന ഗിഫ്റ്റ് ആണത്. അപ്പൊ അതിലൊരു ചിന്ന പയ്യൻ ചോദിക്കും, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഗെഞ്ചിപ്സു അത് പറഞ്ഞു തരോ? അതിനൊറോച്ചു മാറൂ, നമുക്ക് ഇവരെ കൂടെ അങ്ങോട്ട് തട്ടിക്കളഞ്ഞാലോ, അല്ലെങ്കിൽ ഇവര് നമുക്കൊരു തലവേദനയായി തീരുന്നു പറയും. അതിന് മാമൻ ടെൻഷനായിട്ട്, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഇന്നു മുതല് ഇവർക്ക് വേണ്ടി ഇവിടെ താമസിക്കാൻ പോവാണ്, ഇവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അത് ഞാൻ ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞ് മാമനാവട്ടെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവർക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം തന്നെ ഇപ്പൊ കൊടുക്കാൻ തുടങ്ങും. അപ്പൊ ആ ചിന്ന പയ്യൻ അവൻ ഒരുപാട് വിഷമിച്ച് ഇപ്പൊ തല കുനിച്ചിരിക്കും. മാമൻ കാര്യം ചോദിക്കുമ്പോ അതിനവൻ പറയും, ഈ ഒരു യുദ്ധത്തില് ഹിഡൻ റെയിനിലെ ഓൾമോസ്റ്റ് എല്ലാവരും മരിച്ചുപോയി, അതിന്റെ കൂട്ടത്തില് എനിക്ക് എന്റെ പാരന്റ്സിനെ നഷ്ടപ്പെട്ടു. അതിന് മാമൻ പറയും, കുഴപ്പമില്ല, നിങ്ങൾ വലുതായി കഴിയുമ്പോ നിങ്ങൾ വേണം മിടുക്കന്മാരും മിടുക്കികളുമായിട്ട് ഈ ഗ്രാമത്തിന്റെ സമാധാനം അത് തിരികെ കൊണ്ടുവരാൻ. അതിനാ ചെമ്പമുടിയൻ പറയും, ഒരിക്കലുമില്ല, ഞങ്ങളെ ദ്രോഹിച്ചവരെ ഞങ്ങൾ വെറുതെ വിടില്ല, ഉറപ്പായിട്ടും ഞങ്ങൾ വലുതായി കഴിഞ്ഞ റിവെഞ്ച് എടുത്തിരിക്കും. ദയവേത് മാസ്റ്റർ എനിക്ക് ആ ഒരു നെഞ്ചിപ്സു അത് പറഞ്ഞു തരണം, എനിക്ക് എന്റെ ഗ്രാമത്തെ രക്ഷിക്കണം. എനിക്ക് ഈ മഴ കാണുമ്പോ തന്നെ ഇപ്പൊ ഒരുപാട് ദേഷ്യാണ്, കാരണം എനിക്ക് എന്റെ ഗ്രാമം അത് കരഞ്ഞോണ്ടിരിക്കുന്നതായിട്ടാണ് ഇപ്പൊ തോന്നുന്നത്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ മാമനാവട്ടെ എന്തൊക്കെയോ കാര്യമായിട്ട് എഴുതാൻ ഇപ്പൊ ബുക്കും പേപ്പറൊക്കെ വെച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അതിലൊരു ചെക്കൻ അവൻ അവിടേക്ക് ഓടി വന്നിട്ട് ഇപ്പൊ നിലവിളിക്കും, മാസ്റ്റർ ഓടിവായോ, ഞങ്ങളെ ആരൊക്കെയോ ചേർന്ന് ഇപ്പൊ അറ്റാക്ക് ചെയ്യാണ്. അത് കേൾക്കേണ്ട താമസം മാമനാവട്ടെ ഇപ്പൊ പുറത്തേക്ക് ഓടിയെത്തും. ആള് വന്നു നോക്കുമ്പോ അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ഇപ്പൊ മാമൻ കാണും ഏതോ ഒരു നിഞ്ച മരിച്ചു കിടക്കുന്നത്. അതിന്റെ തൊട്ടടുത്ത് ആ ഒരു ചെമ്പമുടിയൻ മാമൻ കാര്യം ചോദിക്കുമ്പോ അവൻ പറയും, ഇവൻ ഞങ്ങളുടെ ഫുഡ് അത് മോഷ്ടിക്കാൻ ശ്രമിച്ചു, അതുകൊണ്ട് ഇവനെ ഞാൻ കൊന്നു തള്ളി. മാമൻ പേടിച്ചു വരച്ച് ഇപ്പൊ അവന്റെ കണ്ണിലേക്ക് നോക്കും. അവന്റെ കണ്ണ് ചേഞ്ച് ആവുന്നത് കാണുമ്പോ ഇപ്പൊ മാമൻ വണ്ടറടിക്കും, ഇത് ഇവനാണോ ചോദിച്ച് മാമനാവട്ടെ ഇപ്പൊ ഒരു സെക്കൻഡ് ഫ്രീസ് ആയി പോവും. ഈ കണ്ണ് അത് റെയിനി ഗെഞ്ചിപ്സു അയ്യാണ്. ഈ ഒരു കണ്ണ് വെച്ച് ഒരു ഗ്രാമത്തെ മുഴുവനായിട്ടും നശിപ്പിക്കാൻ കഴിയും. മാമനുടനെ ഇപ്പൊ ആ ഒരു തവള മാസ്റ്റർ പറഞ്ഞ കാര്യങ്ങള് അത് ആലോചിക്കാൻ തുടങ്ങും. തവള പറയും, നിനക്ക് വലിയൊരു നിയോഗമുണ്ട്, നീ ഒരുപാട് പവറുള്ള ഒരു പ്രത്യേക ആളെ കണ്ടുമുട്ടും, അവനെ കൊണ്ട് ഒരു പക്ഷേ സർവ്വ ഐശ്വര്യങ്ങള് നമുക്ക് എല്ലാവർക്കും കിട്ടും, അല്ലെങ്കിൽ അവൻ വലിയ വിപത്തായി മാറും. കട്ട് ചെയ്ത മാമൻ ഒരു പക്ഷേ ഈ ചെമ്പമുടിയനായിരിക്കും തവള പറഞ്ഞ ആ ഒരാള്. അതുകൊണ്ട് തന്നെ ഇവനെ നെഞ്ചിപ്സ് ട്രെയിൻ ചെയ്ത് നല്ലൊരാളാക്കി ഞാൻ മാറ്റും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ മാമനാവട്ടെ നമ്മുടെ 3 പുലിക്കുട്ടികൾക്കും ഇപ്പൊ ട്രെയിനിങ് കൊടുത്തോണ്ടേയിരിക്കുകയാണ്. മാമൻ പറയും, നിങ്ങൾക്ക് ആദ്യമായിട്ട് ഞാൻ പഠിപ്പിച്ചു തരുന്നത് സെൽഫ് ഡിഫെൻസിനുള്ള ചില കാര്യങ്ങളാണെന്ന് പറഞ്ഞ് അവർക്ക് ഒരുപാട് നേരം ട്രെയിനിങ് ഒക്കെ കൊടുത്ത് രാത്രിയാവുമ്പോ തിരികെ വീട്ടിലേക്ക് വരും. അപ്പോ അവിടെ നാഗൂട്ടോനെ അവനെ കാണാനുണ്ടാവില്ല. മാമൻ അവനെ അന്വേഷിച്ച് ഇപ്പൊ പുറത്തേക്ക് വരുമ്പോ അവൻ ഒറ്റയ്ക്ക് ഇരുന്ന് കരയുന്നത് കാണും. മാമൻ കാര്യം ചോദിക്കുമ്പോ
ഞാനൊരാളെ കൊന്നു. എനിക്കത് ഓർക്കുമ്പോ ഒരുപാട് സങ്കടാവുന്നു. എന്റെ ഫ്രണ്ടിനെ രക്ഷിക്കാനാണ് ഞാൻ അവനെ കൊന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ ചെയ്തത് അത് വലിയൊരു തെറ്റായിട്ട് എനിക്ക് തോന്നാണ്. അതിന് മാമൻ പറയും, നീയാണ് യഥാർത്ഥ ഹീറോ. നിന്നെക്കുറിച്ച് ആലോചിച്ച് എനിക്ക് ഒരുപാട് സന്തോഷവും അതിലുപരി ഇപ്പൊ അഭിമാനം തോന്നുകയാണ്. കാരണം നീ നിന്റെ ഫ്രണ്ടിന്റെ ജീവൻ അത് രക്ഷപ്പെടുത്താനാണ് അവനെ കൊന്നു കളഞ്ഞത്. അതുകൊണ്ട് തന്നെ അതൊരു നല്ല കാര്യമാണ്, അതൊരു കുറ്റമൊന്നുമല്ല. നിനക്ക് മറ്റുള്ളവരുടെ വിഷമം അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നിന്റെ ഉള്ളില് ഒരു നല്ല മനുഷ്യനുണ്ട്. ഏറെക്കുറെ എന്നെ പോലെ തന്നെ നീ നല്ലവനായിട്ട് ഇപ്പൊ വളർന്നു വരികയാണ്. അപ്പൊ അവൻ പറയും, എനിക്ക് എന്റെ കൂടെയുള്ളവരെ ഒരുപാട് ഇഷ്ടമാണ്. അവർക്കൊരു വിഷമവും ബുദ്ധിമുട്ടും ഒന്നും തന്നെ കൊടുക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല എന്ന് പറയുമ്പോ അതിന് മാമനാവട്ടെ ആള് ചെറുതായിട്ടൊന്ന് ചിരിച്ച് ഇപ്പൊ അവനെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോകും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ മാമനാവട്ടെ പേനയൊക്കെ വെച്ച് എഴുതാനായിട്ട് തുടങ്ങും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ നെക്സ്റ്റ് ഡേ ജിറയ്യ മാമൻ ഓരോരോ ജിപ്സുകള് ഇപ്പൊ ഓരോരുത്തർക്കായിട്ട് അടിപൊളിയായിട്ട് പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ 3 സ്വത്തുമണികളും ഇപ്പൊ അടിപൊളിയായിട്ട് നെഞ്ചിപ്സുകള് പഠിച്ചു കൊണ്ടേയിരിക്കും. അപ്പൊ ഇതൊക്കെ കണ്ട് ഇപ്പൊ മാമൻ പറയും, നിങ്ങൾ 3 പേരും ഇപ്പൊ ശരിക്കും വളർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ തിരിച്ച് എനിക്ക് എന്റെ ഗ്രാമത്തിലേക്ക് പോകേണ്ട സമയമായി. അത് കേൾക്കുമ്പോ ഇപ്പൊ നമ്മുടെ 3 സ്വത്തുമണികൾക്കും ഒരുപാട് വിഷമാവും. നിങ്ങൾ 3 പേരും ഇപ്പൊ പ്രാക്ടീസ് ചെയ്ത് ട്രെയിൻ ചെയ്ത് സ്വന്തം കാര്യങ്ങൾ നോക്കാൻ കെൽപ്പുള്ളവരായി കഴിഞ്ഞു. ഇനി എന്റെ സഹായം നിങ്ങൾക്ക് ആവശ്യമില്ല. ഒരുപാട് വർഷം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ സ്പെൻഡ് ചെയ്തു. മാമൻ അവസാനമായിട്ട് ഇപ്പൊ അവരോട് 3 പേരോടും പറയും, എന്റെ പ്രതീക്ഷ അത് നിങ്ങളിലാണ്. ഈ ഒരു ഹിഡൻ റെയിൻ വില്ലേജ് അത് ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. നിങ്ങൾ 3 പേരെയും കാണാൻ കഴിഞ്ഞതില് ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞ് മാമനാവട്ടെ ഇപ്പൊ തിരികെ ഗ്രാമത്തിലേക്ക് നടക്കും. അത് കണ്ട് നമ്മുടെ 3 ആൾക്കാരും കണ്ണീരോട് കൂടെ ഇപ്പൊ മാമനെ നോക്കി നിൽക്കാണ്. ഗ്രാമത്തിലെത്തിയ ഉടൻ ഇപ്പൊ ഒറോച്ചിമാറു, ഹൊക്കാഗെ, മാമൻ അവര് 3 പേരും അവരുടെ പ്രാക്ടീസ്, മിഷൻസ്, ട്രെയിനിങ് അതെല്ലാം മുൻപോട്ട് കൊണ്ടുപോകും. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അവർ ലെജൻഡറി സെനിയൻസ് ആയി മാറും. അപ്പോഴാണ് അവർക്ക് സമരൻ ജിപ്സ് ഉപയോഗിച്ച് 3 ആനിമൽസിനെ പെറ്റ്സ് ആയിട്ട് കിട്ടുക. മാമൻ ചോദിക്കും, ഇനിയും എത്ര കാലം നമ്മൾ ഇതുപോലെ യുദ്ധം ചെയ്യും? സമാധാനം അത് പുനഃസ്ഥാപിക്കാൻ നമ്മളെ കൊണ്ടാവില്ലേ? അതിന് ഒറോച്ചിമാർ പറയും, നീ എന്താ പറയണേ? ഈ വാറ് അത് നിൽക്കുമെന്നാണോ? ലോകാവസാനം വരെ ഈ ഒരു യുദ്ധം അത് നീണ്ടു നിൽക്കുമെന്ന് പറയുമ്പോ മാമൻ പറയും, ഒരിക്കലുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഈ യുദ്ധം അതെല്ലാം തന്നെ അവസാനിക്കും. അപ്പൊ മാമന്റെ ആ ഒരു പച്ചത്തവള അവൻ അവിടേക്ക് വരുന്നുണ്ട്. അത് നാവ് നീട്ടി ഇപ്പൊ ഒരു സ്ക്രോള് അത് മാമന്റെ കയ്യിൽ കൊടുക്കും. സ്ക്രോള് വായിച്ച് മാമൻ ഒരു സെക്കൻഡ് ഷോക്കായി പോവും. മാമൻ പറയും, ഞാൻ ട്രെയിനിങ് കൊടുത്ത ആ 3 കുട്ടികള് അവര് 3 പേരും മരണപ്പെട്ടു. മാമൻ പറയും, എനിക്ക് അവരില് ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു. എനിക്ക് എന്റെ യാത്ര തുടരണം. എത്രയും പെട്ടെന്ന് സമാധാനം അതെനിക്ക് പുനഃസ്ഥാപിക്കണം. മാമന്റെ വിഷമം കണ്ട് ഇപ്പൊ ഹൊക്കാഗെ ആവട്ടെ മാമനെ സമാധാനിപ്പിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് പേരുടെ കഷ്ടപ്പാടിന്റെ ഫലമായിട്ട് ആ ഒരു നിഞ്ച വാറ് അത് അവസാനിച്ചിരിക്കുകയാണ്. മിനട്ടോ ആണ് ഈ ഒരു വാറ് അത് സ്റ്റോപ്പ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തത്. അപ്പൊ ഹൊക്കാഗ മാമനോട് ചോദിക്കും, അങ്ങനെ എല്ലാം കഴിഞ്ഞില്ലേ? ഇനി നമ്മള് ഗ്രാമത്തിലേക്ക് പോവല്ലേ? അതിന് മാമൻ പറയും, അല്ല, എന്റെ ജേണി അത് വീണ്ടും ആരംഭിക്കാൻ സമയമായിരിക്കുകയാണ്. അതിന് ഒറോച്ചിമാർ പറയും, നിങ്ങൾക്ക് 2 പേർക്കും വട്ടാണ്. ഞാനൊരിക്കലും എന്റെ ലൈഫ് അത് വേസ്റ്റ് ആക്കില്ല. ഈ ലോകത്തുള്ള എല്ലാ ജിപ്സും ഞാൻ സ്വായത്തമാക്കും. ഈ ലോകത്തിൽ തന്നെ വലിയൊരാളാകും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ മിനട്ടോയെ കാണിക്കും. ആളാവട്ടെ ഇപ്പൊ മാമൻ എഴുതിയ ബുക്ക് അതൊക്കെ ഹായായിട്ട് വായിക്കുകയാണ്. മാമനെ കണ്ടുടൻ ഇപ്പൊ മിനട്ട പറയും, ഈ ഒരു ബുക്ക് അത് ശരിക്കും സൂപ്പർ ആയിരിക്കുന്നു. ഇതിന്റെ ഉള്ളില് ഇടയ്ക്കിടയ്ക്ക് ഒരു പയ്യനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? അവന്റെ സ്റ്റോറീസ് ഒക്കെ ശരിക്കും ത്രില്ലിംഗ് ആണ്. ഇതുപോലെ തന്നെയാണ് എന്റെ മകനും. മാമന് വിരോധമില്ലെങ്കിൽ എന്റെ മകനും ഇതേ പേര് തന്നെ ഞാൻ കൊടുക്കട്ടെ. നറൂട്ടോ എന്നായിരിക്കും ഇനി എന്റെ മകൻ അറിയപ്പെടുക. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ മാമനാവട്ടെ ആളുടെ ജേർണി അത് വീണ്ടും മുൻപോട്ട് കൊണ്ടുപോകുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.